നമസ്കാരം. ഇന്ന് നമ്മൾ പ്രമേഹത്തിൻ്റെ വേറെ വേറെ തരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. സാധാരണ പേഷ്യൻസ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എൻ്റെ പ്രമേഹം ഏത് തരത്തിലത്തെയാണ്, ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ? പ്രമേഹത്തിൽ പല തരങ്ങളുണ്ട്, പക്ഷേ മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് 3 തരങ്ങൾ. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, പിന്നെ ജസ്റ്റേഷൻ ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്താണ്? ചെറിയ കുട്ടികൾക്ക് വരുന്ന ഡയബറ്റീസാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്ക് പല സമയത്തും ഒരു 3 വയസ്സ് തൊട്ടിട്ട് 19 വയസ്സ് വരെ വരുന്നതാണ്. പക്ഷെ പല സമയത്തും കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരിലും കണ്ടുവരും. ഈ ഡയബറ്റീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ കുട്ടികളുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉത്പാദനം തീരെ ഇല്ലാതെയാകും. അപ്പോൾ അതിൻ്റെ ചികിത്സ നമ്മൾ ആ ഇല്ലാത്ത ഇൻസുലിനെ തിരിച്ചു കൊടുക്കുക, അത് മാത്രമേ ഉണ്ടാവൂ. ആ കുട്ടികൾക്ക് വേറൊരു അസുഖം, വേറൊരു ചികിത്സയുടെ കാര്യമില്ല, വേറൊരു മരുന്ന് എടുക്കേണ്ട ആവശ്യം വരില്ല, അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല. ഈ ഇൻസുലിൻ കൊടുത്തിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളും ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. രണ്ടാമത്തുള്ളത് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് സാധാരണ മുതിർന്നവർക്ക് വരുന്നതാണ്. ഇത് പല സമയത്തും ജനിതകം, വ്യായാമമില്ലാത്ത ജീവിതം, പൊണ്ണത്തടി, സ്ട്രെസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ആൻഡ് ഇതിൽ നമുക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഉത്പാദനം കുറയലും അതിൻ്റെ കൂടെ ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മൂന്നാമത് ജസ്റ്റേഷൻ ഡയബറ്റീസ്, ഗർഭാവസ്ഥയിൽ വരുന്ന ഡയബറ്റീസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഗർഭാവസ്ഥയിലായതിനെ കൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധിക്കണം, വളരെ സ്ട്രിക്റ്റായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കുട്ടിക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലത്തെ പ്രമേഹം മാറിപ്പോകും. അപ്പോൾ ഇതാണ് പ്രമേഹത്തിന് കണ്ടുവരുന്ന 3 തരം പ്രമേഹം. താങ്ക് യു.